ജനപ്രിയ നായകൻ ദിലീപേട്ടന്റെ വലിയ പ്രതീക്ഷയിൽ വരാനിരിക്കുന്ന സിനിമകൾ. ഇതിലൊന്നാമതുള്ളത് ഒരു ടീസർ കൊണ്ട് മാത്രം വലിയ പ്രതീക്ഷ ഉണ്ടാക്കിയെടുത്ത ഗോകുലം മൂവീസിന്റെ ബാനറിൽ ധനഞ്ജയ് ശങ്കർ ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ബബ്ബബ്ബ. ദിലീപേട്ടന് പുറമെ ഈ സിനിമയിൽ ധ്യാൻ ശ്രീനിവാസനും വിനീത് ശ്രീനിവാസനും അതുപോലെ ലോകയിലൂടെ നമ്മൾ ഞെട്ടിച്ച സാൻഡി മാസ്റ്ററും അഭിനയിച്ചിട്ടുണ്ട്. ലോക സിനിമയിലെ പോലെ ഒരു പോലീസ് വേഷം തന്നെയാണ് ഇദ്ദേഹം ഈ സിനിമയിലും ചെയ്യുന്നത്. എന്നാൽ ഈ സിനിമയ്ക്ക് ഇത്രയ്ക്ക് ഹൈപ്പ് വരാനുള്ള ഒരേ ഒരു കാരണം ഈ സിനിമയിലുള്ള ലാലേട്ടന്റെ ക്യാമിയോ റോളാണ്. ലാലേട്ടനും ദിലീപേട്ടനും ഒരുമിച്ചുള്ള ഒരു ഡാൻസും ഈ സിനിമയിലുണ്ട്. ഈ വർഷത്തെ ക്രിസ്മസിനാണ് ഈ സിനിമ റിലീസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. ദിലീപേട്ടന്റെ വലിയൊരു കംബാക്ക് പ്രതീക്ഷിക്കുന്ന ഒരു സിനിമ കൂടിയാണിത്. ഇതിൽ രണ്ടാമതുള്ളത് ഒരു സൂപ്പർ ഹീറോ മൂവിയാണ് പറക്കും പപ്പൻ. മലയാളത്തിലെ ആദ്യ സൂപ്പർ ഹീറോ മൂവിയായ മിന്നൽ മുരളിക്ക് മുന്നേ വരാനിരുന്ന ഒരു സിനിമയായിരുന്നു ഇത്. എന്നാൽ പല കാരണങ്ങൾ കൊണ്ടും അന്ന് ഈ സിനിമ നടന്നില്ല. വലിയൊരു ബഡ്ജറ്റിലാണ് ഈ സിനിമ വരാൻ പോകുന്നത്. റാഫിയുടെ തിരക്കഥയിൽ വിയാൻ വിഷ്ണുവാണ് ഈ സിനിമ സംവിധാനം ചെയ്യുന്നത്. മിന്നൽ മുരളി പോലെ തന്നെ ഒരു നാടൻ സൂപ്പർ ഹീറോ മൂവിയാണ് പറക്കും പപ്പനും. കോമഡിക്കും ആക്ഷൻ രംഗങ്ങൾക്കും വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു സിനിമയാണിത്. ദിലീപേട്ടന്റെ വരാനിരിക്കുന്ന സിനിമകളിൽ വലിയൊരു പ്രതീക്ഷയുള്ള സിനിമ കൂടിയാണിത്. ഇതിൽ മൂന്നാമതുള്ളത് ഹി ആൻഡ് ഷി. റാഫി തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ഹി ആൻഡ് ഷി. ടു കൺട്രീസ്, മൈ ബോസ്, പാസഞ്ചർ എന്നീ സിനിമകളിൽ നമ്മൾ ഞെട്ടിച്ച ദിലീപേട്ടൻ മമത മോഹൻദാസ് കോംബോ ആണ് ഈ സിനിമയിൽ വരുന്നത്. ദിലീപേട്ടൻ രണ്ട് വ്യത്യസ്ത വേഷങ്ങളിൽ എത്തുന്നുണ്ടെന്ന് റൂമറുകളുണ്ട്. ഈ സിനിമയുടെ ചിത്രീകരണം ഉടൻ തന്നെ ആരംഭിക്കും. ദിലീപേട്ടനും മമത മോഹൻദാസും വീണ്ടും ഒരുമിക്കുന്നത് കൊണ്ട് തന്നെ വലിയൊരു പ്രതീക്ഷയാണ് ഈ സിനിമയിലുള്ളത്. ഇതിൽ നാലാമതുള്ള ചിത്രവും ദിലീപ് മമത മോഹൻദാസ് കോംബോ ആണ്. അതെ, 2015 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ടു കൺട്രീസ്. ഈ സിനിമയ്ക്ക് ഒരു രണ്ടാം ഭാഗം ഉണ്ടാകുമെന്ന് ആ സമയത്ത് ഷാഫി പറഞ്ഞിരുന്നു. എന്നാൽ ഷാഫിക്ക നമ്മളെ വിട്ടുപോയത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സഹോദരനായ റാഫി ഷാഫിക്കയുടെ ആഗ്രഹമെന്ന നിലയിൽ ഈ സിനിമ ചെയ്യുമെന്ന് റൂമറുകളുണ്ട്. എന്തായാലും ഈ സിനിമ സംഭവിക്കുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. അഞ്ചാമതുള്ള സിനിമ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിത്തു അഷ്റഫ് സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. ഈ സിനിമയിൽ ദിലീപേട്ടൻ ഒരു പോലീസ് ഓഫീസറായാണ് എത്തുന്നത്. ഓഫീസർ ഓൺ ഡ്യൂട്ടിക്ക് തിരക്കഥ എഴുതിയ ഷാഹി കബീർ തന്നെയാണ് ഈ സിനിമയ്ക്കും തിരക്കഥ എഴുതിയിരിക്കുന്നത്. ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം ജിത്തു അഷ്റഫ് സംവിധാനം ചെയ്യുന്ന ഈ സിനിമയ്ക്ക് വലിയൊരു പ്രതീക്ഷയാണുള്ളത്. ഇതിൽ ആറാമതുള്ളത് ദിലീപേട്ടനും മുരളി ഗോപിയും കമ്മാര സംഭവം എന്ന സിനിമയ്ക്ക് ശേഷം ഒരുമിക്കുന്ന ഒരു സിനിമയാണ്. ഈ സിനിമയിൽ ദിലീപേട്ടൻ ഒരു വില്ലൻ റോളാണ് ചെയ്യുന്നത്. ഈ കാര്യം ദിലീപേട്ടൻ തന്നെയാണ് ഈ അടുത്തൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞത്. ദിലീപേട്ടന് വില്ലൻ ക്യാരക്ടറുകൾ ചെയ്യാൻ ആഗ്രഹമുണ്ടെന്നും അത്തരത്തിലൊരു കഥയാണ് മുരളി ഗോപി എൻ്റെ അടുത്ത് പറഞ്ഞതെന്നും ദിലീപേട്ടൻ പറഞ്ഞിട്ടുണ്ട്. തിരക്കഥ കേട്ട് ഇഷ്ടപ്പെട്ടാൽ ഈ സിനിമ എന്തായാലും ചെയ്യുമെന്ന് ദിലീപേട്ടൻ കൺഫേം ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏഴാമതുള്ളത് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം മാജിക് ഫ്രെയിംസിന് വേണ്ടി ദിലീപേട്ടൻ ചെയ്യുന്ന അടുത്തൊരു സിനിമയാണ്. ഈ സിനിമയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നുമില്ല. എന്നാൽ ഒരു പുതുമുഖ സംവിധായകനായിരിക്കും ഈ സിനിമ സംവിധാനം ചെയ്യുന്നതെന്ന് റൂമറുകളുണ്ട്. ഇനി പറയാൻ പോകുന്ന സിനിമകൾ സംഭവിക്കുമോ എന്നുള്ളത് 50-50 ചാൻസ് ആണ്. ആ സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ ഒന്നാമതുള്ളത് 2003 പുറത്തിറങ്ങി മലയാള സിനിമയിലെ ഏറ്റവും മികച്ചൊരു കോമഡി ചിത്രമായ CID മൂസയുടെ രണ്ടാം ഭാഗമാണ്. ദിലീപേട്ടനും ജോണി ആന്റണിയും ഏതൊരു പൊതുവേദിയിൽ പോയാലും ആദ്യം ഉയരുന്ന ചോദ്യമാണ് CID മൂസ 2. ഈ സിനിമയ്ക്ക് മികച്ചൊരു തിരക്കഥ കിട്ടുകയാണെങ്കിൽ ഈ സിനിമ സംഭവിക്കുമെന്ന് ഇതിന്റെ ഡയറക്ടർ കൺഫേം ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ആദ്യ ഭാഗത്തിൽ അഭിനയിച്ച മികച്ച കുറെ കലാകാരന്മാർ ഇന്ന് നമ്മളെ വിട്ടു പോയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ സെക്കൻഡ് പാർട്ട് എടുക്കുമ്പോൾ അത് വളരെ പ്രയാസകരമായിരിക്കും. എന്നാൽ പോലും നമുക്ക് ഈ സിനിമയുടെ സെക്കൻഡ് പാർട്ട് പ്രതീക്ഷിക്കാം. അടുത്തൊരു ചിത്രം 2004 ജോഷി സംവിധാനം ചെയ്ത റൺവേയുടെ സെക്കൻഡ് പാർട്ടായ വാളയാർ പരമശിവം. റൺവേയുടെ തിരക്കഥാകൃത്തായ ഉദയകൃഷ്ണയ്ക്ക് ഇപ്പോൾ അത്ര നല്ല കാലമല്ല. അതുകൊണ്ട് തന്നെ ഈ സിനിമയിലൂടെ ഒരു കംബാക്ക് അടിക്കാൻ പുള്ളി ആഗ്രഹിക്കുന്നുണ്ട്. റൺവേയുടെ വിജയത്തിന് ശേഷം തന്നെ റൺവേക്ക് ഒരു സെക്കൻഡ് പാർട്ട് എടുക്കണമെന്ന് പ്ലാൻ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് പല കാരണങ്ങൾ കൊണ്ടും ആ സിനിമ അവിടെ ഡ്രോപ്പ് ചെയ്യുകയായിരുന്നു. എന്നാൽ അന്ന് റൺവേയുടെ സെക്കൻഡ് പാർട്ടായി എഴുതിയ കഥ ഇപ്പോൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സിനിമ എന്തായാലും സംഭവിക്കുമെന്ന് ദിലീപേട്ടൻ കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സിനിമയും നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തൊരു സിനിമയാണ് ലൈഫ് ഓഫ് ജോസൂട്ടിക്ക് ശേഷം ദിലീപേട്ടനും ജിത്തു ജോസഫും ഒരുമിക്കുന്ന സിനിമ. ഒരു ത്രില്ലർ സിനിമയായിരിക്കും ഇത്. ഈ സിനിമയും നമുക്ക് വൈകാതെ തന്നെ പ്രതീക്ഷിക്കാം. അടുത്തൊരു സിനിമയാണ് പ്രൊഫസർ ഡിങ്കൻ. 3Dയിൽ വരാനിരുന്ന ഈ സിനിമയുടെ ചില ഫുട്ടേജുകൾ ഇന്ന് യൂട്യൂബിലുണ്ട്. വലിയൊരു ബഡ്ജറ്റിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു സിനിമയായിരുന്നു ഇത്. ഈ സിനിമ ഡ്രോപ്പ് ചെയ്തോ അതോ വരികയോ ഇല്ലെന്ന് വ്യക്തമല്ല. എന്നാലും നമുക്ക് ഈ സിനിമയും എക്സ്പെക്ട് ചെയ്യാം. ഇതുപോലെ ദിലീപേട്ടനും വൈശാഖും ഒന്നിക്കുന്ന സിനിമയും ദിലീപേട്ടനും ഒമർലുലും ഒരുമിക്കുന്ന സിനിമയും ഈ ലിസ്റ്റിലുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.